ജ്യോതിഷം, ടാരോ റീഡിംഗ്. ഇവിടെ വേറൊരു കാർഡ് എടുക്കും. അതൊക്കെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് കാർഡുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇപ്പം ഇത് യഥാർത്ഥത്തിൽ എന്നാണ്, അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ഇങ്ങനെ ഒക്കെയാണല്ലോ കിട്ടുമല്ലോ ഇത് കിട്ടിയിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കണ്ടു നോക്കിക്കേ, ഹൃദയരേഖയുടെ നീളം കണ്ടോ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് ഏറ്റവും മനസ്സിലുള്ളത് എന്താണോ അതിന്റെ ഒരു ഔട്ട്പുട്ടിന് വേണ്ടി അങ്ങേയറ്റം വരെ എന്ത് ചെയ്യും. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ആത്മീയപരമായ പല കണ്ടന്റുകളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ജ്യോതിഷവും ടാരോ റീഡിങ്ങും ഒരുപോലെ കൈകാര്യം ചെയ്ത് ആളുകളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പറയുന്ന ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. TC ജയഗോപാൽ. നമസ്കാരം സാർ. നമസ്തേ സാർ. നമസ്തേ. സുഖമായിരിക്കുന്നു? സുഖമായിട്ട് നന്നായിട്ട് പോകുന്നു. ആലുവ ചെങ്ങമനാട് സ്വദേശിയാണ്. അതെ അതെ. അല്ല, ഞാൻ വൈക്കം വടയാറുകാരനാണ്. ഇവിടെ നിന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ട് ചെങ്ങമനാട് ഇപ്പൊ ചെങ്ങമനാടാണ് താമസിക്കുന്നത്. ഈ ജ്യോതിഷം, ടാരോ റീഡിംഗ് രണ്ട് എക്സ്ട്രീം ആണെന്ന് ഞാൻ പറയും. രണ്ട് സംവിധാനങ്ങളാണത്. ഒന്ന് നമുക്ക് പരിചയമുള്ള ഇന്ത്യൻ ജ്യോതിശാസ്ത്രവും ടാരോ റീഡിംഗ് വിദേശത്ത് നിന്ന് ഇവിടേക്ക് എത്തിപ്പെട്ടതാണ് അല്ലേ? അതെ അതെ. ഇതിന് രണ്ടിനും നമ്മൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യാൻ പറ്റും? ഇത് കമ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത്, അതായത് 21 മേജർ അർക്കാന എന്ന് പറയുന്ന കാർഡുണ്ട്. ഈ കാർഡ് യഥാർത്ഥത്തിൽ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശികളും. അതുപോലെ തന്നെ പിപ് കാർഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് കോർട്ട് കാർഡ് എന്ന് പറയും. അതിനുശേഷം കഴിഞ്ഞിട്ടുള്ള കാർഡുകൾ എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ചിട്ടുള്ള കാർഡുകളുണ്ട്. ഇതിന്റെ ഏറ്റവും രസം എന്നാന്ന് ചോദിച്ചാൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ജ്യോതിഷപരമായിട്ട് ഓരോ ഗ്രഹങ്ങളും ഓരോ രാശികളും തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ടാരോട്ട് അസ്ട്രോളജി എന്നും പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി കയറി വരുന്നു. ആ വ്യക്തി കയറി വന്നു കഴിയുമ്പോൾ ചോദിക്കണം അയാൾക്ക് ക്യാൻസർ രോഗമാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ കാർഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ രോഗം മാറുമോ എന്ന് അയാൾ ചോദിച്ചാൽ നമ്മൾ കാർഡ് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്താ കിട്ടുക, ചിലപ്പോൾ 99% അയാളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എനിക്ക് മാറണമെന്നായിരിക്കും. അപ്പോൾ അയാളുടെ ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയിൽ ടാരോ കാർഡ് എടുക്കുന്നത് വെരി പോസിറ്റീവ് കാർഡായിരിക്കും. ഓക്കെ. എന്നാൽ നമ്മൾക്ക് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നമുക്കറിയാം ആ ക്യാൻസർ രോഗം എന്ന് പറയുന്നത് ഏത് സ്റ്റേജാണെന്ന് പോലും നമുക്കറിയില്ല, അത് ഏത് വഴിക്ക് പോകുമെന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എങ്ങനെ അത് അയാളോട് പറയും? അപ്പോൾ നിങ്ങൾക്കിത് മാറുമെന്ന് കാർഡ് നോക്കി പറയാൻ പറ്റും? ഇല്ല. ആ സമയത്ത് നമ്മൾ ജ്യോതിഷത്തെ എടുക്കും. ജ്യോതിഷത്തെ എടുത്തതിന് ശേഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ വ്യക്തി എന്ത് ചെയ്യുക, ആശ്വസിപ്പിച്ച് വിടുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ജാതകം വെച്ച് നോക്കിയിട്ട് അയാളെ ഇതുപോലെ ഹോറോസ്കോപ്പ് നോക്കിയതിന് ശേഷം അയാൾക്ക് എത്രത്തോളം ആയുസ്സുണ്ട്, ഇല്ലെങ്കിൽ അയാളുടെ ഹസ്തരേഖ നോക്കിയിട്ട് അയാളുടെ ഭാഗ്യരേഖ കൃത്യമായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഭാഗ്യരേഖ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ചികിത്സിച്ചാൽ ഫലിക്കും. അയാൾക്ക് ചികിത്സ ഏൽക്കുന്നൊരു സംഭവമുണ്ട്. കാർഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അയാളുടെ ഇമോഷണലായ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഹീലിംഗ് കൊടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാർഡ് നിരത്തിക്കൊണ്ട് പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ഉദ്ദീപനമുണ്ട്. അത് ഒരു ഭയങ്കരമായ, അയാൾക്ക് എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ പോലെ ഒരു തോന്നൽ പോകും. അപ്പൊ അതോടുകൂടി അയാൾ സന്തോഷപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അപ്പോ ടാരോ റീഡിംഗ്, ജ്യോതിശാസ്ത്രം, മുഖലക്ഷണ ശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, ഇതെല്ലാം കൂടി ഇതിന്റെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാനല്ല. അതായത് നമ്മൾക്ക് ഒരു കാര്യം, ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞാൽ മറ്റ് ശാസ്ത്രങ്ങൾ അത് കൃത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കൊരു ഉറപ്പ്, മനസ്സിൻ്റെ ഒരു ഉറപ്പ് തരാനും നമുക്ക് അയാളോട് കൃത്യമായി സംസാരിക്കാനും കഴിയുന്ന ഉപാധികൾ മാത്രമാണ്. ഈ ഹീലിംഗ് കൊടുക്കുന്നത് ഏത് പ്രോസസ്സിലൂടെയാ? ഹീലിംഗ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു ആൾ ഹീലിംഗ് കൊടുക്കും. ഹീലിംഗ് എന്ന് പറയുന്ന പദം തന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക. അതായത് നമ്മൾ ടാരോ കാർഡ് എടുക്കുമ്പോഴത്തേക്കും ആ കാർഡിൽ തന്നെ ഓരോ സിഗ്നലുകളുണ്ടല്ലോ, അതിനനുസരിച്ച് കാർഡ് തന്നെ പറയും ഏത് വിധത്തിൽ, ഏത് തരത്തിൽ, ഇയാൾക്ക് ഇമോഷണൽ ആണോ, മെൻ്റലി ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ളതാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയും. ഉദാഹരണത്തിന് ഇതിനകത്ത് ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നൊരു കാർഡുണ്ട്. ഈ ടെമ്പറൻസ് കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഏഞ്ചൽ എന്ത് ചെയ്യുന്നതാണ്, നിൽക്കുന്നൊരു ഫോട്ടോയാണ്. നമ്മൾ അയാൾക്ക് ഉടനെ കൊടുക്കുന്നത് ഏഞ്ചൽ റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാർഡ് വയ്ക്കും. അതിനകത്ത് ഗബ്രിയലാകാം, അല്ലെങ്കിൽ ഏഞ്ചലായിട്ടുള്ള ആരെങ്കിലും. നമ്മൾ പറയും യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തുണ്ട്, അതിൻ്റെ പ്രാർത്ഥന കിട്ടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് ദിവസവും ഒന്ന് കേൾക്കുക, നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു സാധാരണ രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്.
ഈ ആളുകൾക്ക് വലിയൊരു അത്ഭുതമായിരിക്കും 21 കാർഡുകൾ കൊണ്ട് 21 78 78 കാർഡ്. ഈ 78 കാർഡുകൾ കൊണ്ട് ഒരാളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പറയാൻ പറ്റുക എന്ന് പറയും. ഇത് ഭൂതവും ഭാവിയും വർത്തമാനവും അല്ല, യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പാസ്റ്റ് തന്നെയാണ് ഈ പറയുന്നത്. ഞാനൊരു കാർഡ് എടുത്തു. എടുത്തു, ഇഷ്ടമുള്ളവരെടുത്തു, വെറുതെ എടുത്താൽ മതി. ചുമ്മാ എടുത്തു കഴിയുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനത്തിൽ നോക്കാൻ പാടില്ല. ഇല്ല, ഇത് കാർഡ് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കും. അതായത് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ 78 കാർഡുകളാണ് ടാരോ റീഡിങ്ങിന്റെ ടൂൾ എന്ന് പറയുന്നത്. ഞാൻ സാധാരണഗതിയിൽ എന്റെ മുന്നിൽ വന്നിട്ടുള്ള ടാരോ റീഡേഴ്സ് ഒന്നും കാർഡിൽ തൊടാൻ സമ്മതിച്ചിട്ടില്ല. എടുത്തോളൂ. അവർക്ക് തൊടാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് കാർഡ് അവരിൽ ഉണ്ടായിരുന്നു. ഞാനിത് എടുക്കുകയാണേ. എടുത്തോളൂ. അവർക്ക് എനർജി പോകുന്നൊക്കെ ഒരു ഭയമാണ്. ഇത് ഞാൻ നോക്കാൻ പാടില്ല. വേണ്ട, ഇവിടെ വെച്ചു. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അത് തുറന്നു നോക്കിയാൽ ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കും, അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. ഇപ്പൊ ഈ കാർഡ് എടുത്തു, ഇപ്പൊ നമ്മൾ ഇതെടുത്ത് ബോട്ടം ലെവലിൽ പൊക്കി, കണ്ടോ? ഇപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്നാണ്, അതായത് ഒരു സ്ത്രീ ഒരു പുരുഷന് കൂടി ഇങ്ങനെ ഒക്കെ ആണല്ലോ, കിട്ടുമല്ലോ, ഇത് കിട്ടിയിരിക്കും. ഇത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്നേഹത്തിന്റെ കാർഡാണ്, ഇല്ലെങ്കിൽ ലവിന്റെ കാർഡാണ്, ഇല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിന്റെ കാർഡാണ്. ഇതെല്ലാം ഇത് എനിക്ക് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അനുകൂലമായിട്ട് വരുന്നു. നിങ്ങൾ എടുത്തു വച്ചിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അനുകൂലമാണെന്ന് എനിക്ക് പറയാം. പക്ഷെ എന്റെ നേരെ ഞാൻ റീഡറായതുകൊണ്ട് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കൊച്ചു കൊച്ചു അഗ്രിമെന്റുകൾ ഇപ്പോൾ എന്ത് ചെയ്യും, ഫ്ലോപ്പായി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രായം നോക്കും. ഒരു 60 വയസ്സുള്ള ഒരു മനുഷ്യനെ അടുത്ത് വയ്ക്കുന്നതെങ്കിൽ ആ മനുഷ്യനോട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ സെക്സ് പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് എന്ത് ചെയ്യുകയാണ്, കട്ടായി നിൽക്കുകയാണ്. ഇതൊരു കൗമാരക്കാരനാണെങ്കിൽ നമ്മൾ പറയും നിങ്ങളൊരു പ്രണയത്തിലായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരത്തിയായിട്ട് മാറി നിൽക്കുക എന്ന് നമുക്ക് പറയാം. അപ്പൊ പ്രായഭേദം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ കാർഡ് വ്യാഖ്യാനിക്കേണ്ടി വരും. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഒരുപോലെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. അപ്പൊ പ്രായം അനുസരിച്ചിട്ടാണ് ഈ കാർഡ് വരുന്നത്. ഇത് പ്രണയത്തെ കുറിച്ച് മാത്രമാണ്. അല്ല. ഇപ്പൊ ഉല്ലാദിന് ഒരു അസുഖമായിട്ട് വന്നു. ഒരു അസുഖമായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം കഴിയുമ്പോൾ പറയാണ്, എനിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്നാണ്. ഇത് സെക്കൻഡ് ഒപ്പീനിയന്റെ ഒരു കാർഡാണ്. അപ്പൊ നമ്മൾ പറയും തീർച്ചയായിട്ടും സെക്കൻഡ് ഒപ്പീനിയൻ എന്ത് ചെയ്യണം, എടുക്കണം എന്ന് പറയും. ജോലി സംബന്ധമായിട്ടാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ആയിട്ടുള്ള ജോലി എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളെ കോവർക്കർ എന്ത് ചെയ്യാണ്, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നൊന്നും പറയാൻ പറ്റും. അങ്ങനെ ഓരോ വ്യക്തികളും മുകളിൽ വന്നിരിക്കുന്ന പക്ഷിയുടെ ചിത്രം, പക്ഷി ചിഹ്നമല്ല അത്. അതായത് ഈ കാർഡിനെ ഒരു ദൈവികവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു ചിഹ്നമായി ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡിന്റെ ദൈവികവൽക്കരണമാണ്. ഇത് മറ്റൊരു കാർഡുകളും കൂടി ചേർത്ത് വരുമ്പോഴാണ് ഇത് ഓരോ കാര്യം. ഇപ്പൊ വേറൊരു കാർഡ് ഉണ്ട്, കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എഗ്രിമെന്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കോയിൻസാ കിട്ടിയത്. ഇതൊരു ദാരിദ്ര്യ കാർഡാണ്. അപ്പൊ ധനപരമായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എഗ്രിമെന്റിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റും. അങ്ങനെയാണ് പറയുക. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റി, ആരോ ധനം തരാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്ലോപ്പാക്കി നിർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓരോ കാർഡുകൾ നമ്മൾ എടുക്കുമ്പോൾ മറ്റു കാർഡുകളുടെ കൂടി കോമ്പിനേഷനും കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഒരു കാർഡ് കൊണ്ടല്ല അതൊന്നും പറയാൻ പറ്റില്ല. അത് പറയുന്നത് പറഞ്ഞാൽ നടക്കൂല. അത് ഓരോ കാർഡുകളും പക്ഷിശാസ്ത്രം നോക്കുമ്പോൾ ഒരു കാർഡ് എടുത്ത് വെച്ചിട്ടാണ്. അല്ല, അതെന്താന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവങ്ങളുടെ ഫോട്ടോകളാണ്. ഓരോ ദൈവങ്ങളുടെ പുറകിലും എന്തുണ്ട്, വളരെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. ഇപ്പൊ ഒരു മുരുകന്റെ കെട്ട് കിട്ടുവാണെങ്കിൽ അവര് പറയുന്നത് എനിക്ക് രണ്ട് ധനപരമായി എനിക്കുണ്ടായിരുന്ന ഒരു ധനപരമായി ഇപ്പൊ വളരെ ഞാനും ഒരു സ്ത്രീയുമായി ഉണ്ടായിരുന്ന ഒരു ഡീല് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പൊ ഇത് ധനസംബന്ധമായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ മാസം. അപ്പൊ ഇതെന്താ, യുവർ സബ്കോൺഷ്യസ് മൈൻഡിൽ കാണുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എടുത്തു വയ്ക്കുന്നു, നമ്മളത് പറയുന്നു. ഇനി ഞാൻ എന്റെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് എടുത്തു വെച്ചു, ഒരു കാർഡ് എടുത്തു വെച്ചു, എടുത്തു വെച്ചു. ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോഴുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കും. അത് സാരമില്ല, താഴെ പോയാലും വിഷമമൊന്നുമില്ല. ഈ പഴകിയ കാർഡ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ധാരാളം പേരിൽ ഇത് ചെയ്ത് അതൊരു സൂട്ട് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വക്ക് പോയാലും വിദേശ രാജ്യത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യൂല, കളയില്ല. അത് തന്നെ അവർ പറയുള്ളൂ. അതാണ് അതിന്റെ ഒരു സംഭവം. എന്താ വേണ്ട, തൊഴിൽപരമായ കാര്യങ്ങൾ, സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ബിഗ് ആയിട്ടാണ് കാണിക്കുന്നത്.
ഇതിന് പുറകിലുള്ള തിരിച്ചടി എന്നാ പറയുക. മനസ്സിലായല്ലോ? അപ്പൊ ഇതില് ഇപ്പൊ ഇവിടെ കേട്ടിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോയ ഒരു സ്ഥാപനം എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വികസിപ്പിച്ചുകൊണ്ട് വന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുക. ഇനി ഒരു കാർഡ് കൂടി വെക്കുക.